നമസ്കാരം. ഭഗവാൻ ഗുരുവായൂരപ്പൻ നിങ്ങളിലേക്ക് പകർന്ന് നൽകുന്നതായ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ചില വിഷമതകൾക്ക് ഭഗവാൻ തന്നെ പരിഹാരം നൽകുന്നതായ ചില സന്ദേശങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാം. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കുക. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ ഏവരും ഒരു നിമിഷം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കുക. മനസ്സിൽ നിരവധിയാർന്ന വിഷമങ്ങൾ ഒതുക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. അത്തരം സന്ദർഭങ്ങളിലൂടെ അല്ലെങ്കിൽ സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നതാണ് വാസ്തവം. മനസ്സിൽ ഇപ്പോൾ ഉള്ളതായ ആ വിഷമവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവ പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ ഒരു പക്ഷേ വിജയിക്കണം എന്നില്ല. എന്നാൽ ഇവ ഒഴിവാക്കുവാനുള്ള മറ്റ് ശ്രമങ്ങൾ അല്ലെങ്കിൽ ശ്രമങ്ങൾ നടത്തുന്നതിലൂടെ അത് ക്രമേണ വിജയത്തിൽ എത്തും എന്ന സൂചന തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ സാധിക്കില്ല എങ്കിലും നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ക്രമേണ അനുകൂലമായി തീരാം. കുറച്ച് സമയം കാത്തിരിക്കേണ്ടതായി വരും എങ്കിലും കാര്യം നടക്കും. ചില വ്യക്തികൾ ഈ സമയം ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സഹായത്തിനായി കടന്നു വന്നു എന്ന് വരാം. അവരുടെ സഹായത്താലും ഇത്തരത്തിൽ മനസ്സിലുള്ള ചില വിഷമതകൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചു പോരുന്ന ആ വിഷമതകൾ തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. അല്ലെങ്കിൽ ഭഗവാനായി തന്നെ നിങ്ങളിലേക്ക് പകർന്ന് നൽകിയിരിക്കുന്നതായ ആ ശക്തിയാൽ ഇത്തരം ദുഃഖങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇവ പരിഹരിക്കുന്നതിനുള്ള വഴികൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അതിനായുള്ള അവസരങ്ങൾ തന്നെയാണ് ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകുക. അത് കൃത്യമായി തന്നെ നിങ്ങൾ വിനിയോഗിക്കേണ്ടത് അനിവാര്യമാണ്. ഒരു പുതുജീവിതം തന്നെ ആരംഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്ന സൂചന തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. അത്തരം ചില കാര്യങ്ങൾ ആരംഭിക്കുവാൻ സാധിക്കും. ഈ സമയം തീർച്ചയായും സ്വയം ചില ചിന്തകൾ, അതായത് ചില തെറ്റായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നത് വാസ്തവമാണ്. നെഗറ്റീവായ ചിന്തകൾ പല കാര്യങ്ങളും ആലോചിച്ച് കടന്നു വരുന്നു. പല കാര്യങ്ങളും ആലോചിച്ച് ആധി വരുന്നതായ സാഹചര്യം പോലും ജീവിതത്തിലുണ്ട്. പ്രതീക്ഷിക്കാത്ത സമയം ഇത്തരം കാര്യങ്ങളിൽ നിന്നും, അതായത് നിങ്ങൾ ചില തിരിച്ചടികൾ പ്രതീക്ഷിച്ചാൽ പോലും അത്തരം ചില കാര്യങ്ങളിൽ നിന്നും പോറൽ ഏൽക്കാതെ പുറത്ത് കടക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. അതിനാൽ തന്നെ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ച് പോരുന്നതായ ആ പ്രയാസങ്ങൾ, ആ ദുഃഖങ്ങൾ, അത് താൽക്കാലികം മാത്രമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. അല്പം നിങ്ങൾ കാത്തിരിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യം തന്നെയാണ് ജീവിതത്തിൽ രൂപപ്പെടുക എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് അനിവാര്യമായത് ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയിലും വിശ്വാസം തന്നെയാണ്. ആ വിശ്വാസത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് ഈ സമയം വളരെ അനുകൂലമാണ്, അല്ലെങ്കിൽ ആവശ്യമാണ് എന്നതാണ് വാസ്തവം. ഭഗവാനോടുള്ള നിങ്ങളുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥന മാത്രമാണ് നിങ്ങളെ രക്ഷിക്കുന്നത് എന്ന ബോധ്യം നിങ്ങളിലുണ്ട്. തിരിച്ചടികൾ തന്മൂലം കുറയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ക്രമേണ ഇത്തരം പ്രയാസങ്ങൾ, തിരിച്ചടികൾ, അതെല്ലാം തരണം ചെയ്ത് ആശ്വാസം ഭഗവാനായി തന്നെ നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. പല ത്യാഗങ്ങളും ജീവിതത്തിൽ ചെയ്തിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. പലർക്ക് വേണ്ടിയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവർ അത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കുന്നില്ല എന്നതും നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഇത്തരം ചില ത്യാഗങ്ങൾ ഇപ്പോൾ അനുഭവിക്കുവാനുള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഈ സമയം അനുഭവിച്ചിരിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് കാണുന്നു. ചില വ്യക്തികൾ നിങ്ങളെ വളരെയധികം കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്.
കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതായ സാഹചര്യമുണ്ട്. നിങ്ങളുടെ ഭാഗത്താണ് ന്യായം എങ്കിലും അവർ നിങ്ങൾക്ക് എതിരായി സംസാരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നത് വാസ്തവമാണ്. അതിനാൽ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളെ വളരെയധികം തളർത്തുകയോ മാനസികപരമായി വിഷമതകൾക്കോ കാരണമാകുന്നു എന്നതും വാസ്തവം തന്നെയാകുന്നു. ജീവിതത്തിൽ പലവിധ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഈ സമയം കൂടുതൽ ശ്രദ്ധ പുലർത്തുവാൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിക്കും. ചില കാര്യങ്ങൾ ഭഗവാൻ തന്നെ മുൻകൂട്ടി കാണിച്ചു തരുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ചില അവസരങ്ങളിൽ നിയന്ത്രണം വിട്ടു പോവുകയും വളരെയധികം ദേഷ്യപ്പെടുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നതും വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളിലും അത് തിരിച്ചടിയായി മാറുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടും എന്നുള്ളതാണ്. ശ്രദ്ധ ഈ സമയം നിങ്ങൾക്ക് അനിവാര്യമാണ്. ദേഷ്യം നിങ്ങൾ ഒഴിവാക്കേണ്ടതും അനിവാര്യമാകുന്നു. ആരെയും ചതിക്കുവാൻ താല്പര്യമില്ലാത്ത വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ നിങ്ങൾക്ക് തിരികെ സംഭവിക്കുന്നത് സ്വയം തിരിച്ചടികൾ തന്നെയാകുന്നു. ചില ചതികളും സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അത്തരം ചില ആകുലതകൾ മനസ്സിലുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലുണ്ട് എന്നത് വാസ്തവമാണ്. അതിനാൽ മാത്രമാണ് കൂടുതൽ ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കാതെ ഇപ്രകാരം മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് പോലും. ഘട്ടം ഘട്ടമായി തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ കുറഞ്ഞു വരിക. ഈ സമയം പ്രധാനമായും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം. മറ്റുള്ളവരോട് വളരെ വിനയത്തിൽ പെരുമാറുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ നിങ്ങൾക്ക് ഈ സമയം നിങ്ങൾക്ക് അർഹമായ പല കാര്യങ്ങളും അത് നിങ്ങളിലേക്ക് കടന്നു വരാതെ അത് അനർഹരായ വ്യക്തികൾ മറ്റു വ്യക്തികൾ കൈക്കലാക്കി വച്ചിരിക്കുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾക്ക് അർഹതപ്പെട്ടത് തന്നെയാണ്, എന്നാൽ നിങ്ങളിലേക്ക് കടന്ന് വരാത്തതായ സാഹചര്യമുണ്ട്. അത്തരം ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ആ വസ്തുക്കൾ അല്ലെങ്കിൽ അർഹമായത് എന്താണോ അത് നിങ്ങളിലേക്ക് ക്രമേണ കടന്നു വരും എന്ന സന്ദേശവും ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നു. നിലവിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുന്നതായ സാഹചര്യമാണ് ജീവിതത്തിൽ പല അവസരങ്ങളിലും ഉള്ളത്. കാരണം നിങ്ങൾക്ക് അത്ര ലഭിച്ചാൽ പോരാ എന്നതാണ് വാസ്തവം. എന്നാൽ പല കാര്യങ്ങളിലും അപ്രകാരമാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിൽ ഒരു മാറ്റം സംഭവിക്കാനുള്ള സാധ്യതകൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരാം. അർഹതപ്പെട്ടതായ വിജയങ്ങളുണ്ട്. അതുപോലും തേടി വരാത്തതായ സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കാം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ നിങ്ങൾ പല വ്യക്തികളും സഹായിക്കും എന്ന് വിചാരിക്കും. എന്നാൽ അവർ കൈമലർത്തുന്നതായ സാഹചര്യമാണ് ഉള്ളത്. പലരും നിങ്ങളെ സഹായിക്കാൻ ഇല്ല എന്ന തിരിച്ചറിവ് ഈ സമയം നിങ്ങളിലുണ്ട് എന്ന് കാണുന്നു. ചില ചിന്തകൾ അല്ലെങ്കിൽ അത്തരം ചില ചിന്തകൾ നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു. അത്തരം വ്യക്തികളെ നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ചില സഹായ ഹസ്തങ്ങൾ ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ നിങ്ങളിലേക്ക് തേടി എത്താവുന്നതാണ്. ഈ സമയം ചില പുതിയ സുഹൃത്തുക്കൾ വന്നു ചേരാം. അല്ലെങ്കിൽ ബന്ധുമിത്രാദികളിൽ നിന്നോ നിലവിലുള്ള ചില വ്യക്തികളിൽ നിന്നോ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ സഹായങ്ങൾ നിങ്ങളിലേക്ക് ലഭിക്കാം. ഈ സമയം നിങ്ങൾ ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതിനാൽ തന്നെ ഈ സമയം നിങ്ങളിലേക്ക് പല വിധത്തിലും അവസരങ്ങൾ വന്നു ചേരും എന്നതാണ് വാസ്തവം. ഈ കാര്യങ്ങൾ ഭഗവാൻ നിങ്ങളിലേക്ക് ക്രമേണ പ്രദാനം ചെയ്യും. ഈ കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുവാൻ സാധിച്ചത് പോലും ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെയാണ്. തുടർന്നും ഇത്തരത്തിൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരും എന്നതാണ് വാസ്തവം. അതായത് ഭഗവാൻ നിങ്ങളെ കൈവിടില്ല എന്ന സന്ദേശം തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതിനാൽ ഈ സമയം നിങ്ങളിൽ നടക്കുന്ന ഏതൊരു കാര്യവും താൽക്കാലികം മാത്രമാണ്. ആ ദുരിതങ്ങൾ ഒഴിയും. ഈ സമയം ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകിയ ആ പോസിറ്റീവായ ഊർജത്തെ നിങ്ങൾ സ്വീകരിക്കുക.